dear students, welcome back to HUPod. So, നീറ്റ് ജെഇ എൻട്രൻസ് എക്സാമുകൾ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ചിടത്തോളം റാങ്ക് ഉയർത്താനുള്ള ഒരു ഡെയിലി റൂട്ടീനാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോയുടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ ഒരു 9 to 4 ഒക്കെ സ്കൂളിൽ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഞാൻ പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആക്ച്വലി റാങ്ക് ഉയരാത്തതിൻ്റെ റീസണുകളാണ് ആക്ച്വലി ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു 9 to 4 ഒക്കെ സ്കൂളിൽ പോയി വന്ന് ഭയങ്കര ടയേർഡ് ആയിരിക്കും എന്നുള്ളൊരു ധാരണയിൽ ഇന്ന് പഠിക്കാനൊന്നും വയ്യ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ സ്കൂൾ കഴിഞ്ഞ് വന്ന് പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു റീസൺ. മറ്റൊന്നെന്ന് പറഞ്ഞാൽ മാക്സിമം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, പക്ഷേങ്കിൽ പഠിച്ചതൊന്നും റിവിഷൻ ഇല്ല, ഒരു പ്രോപ്പർ റിവിഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത് രണ്ടാമത്തതും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് സ്കൂൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ആ ഒരു സബ്ജക്റ്റീവ് നോളേജ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ ആ ഒരു MCQ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രൻസ് എക്സാമിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ. സോ ആ എൻട്രൻസ് എക്സാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ആ MCQ പ്രാക്ടീസ് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ വൃത്തിക്കില്ലാത്തത് കൊണ്ടും, പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര പല സ്റ്റുഡൻസിനും ഭയങ്കരമായിട്ട് എയിംസും അല്ലെങ്കിൽ IIT-കളൊക്കെ ഡ്രീമിലുണ്ടാവും, പക്ഷേ അവരൊന്നും മൊബൈലിലായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. സോ ആ ഒരു മൊബൈലുമായിട്ടുള്ള ഡിസ്ട്രാക്ഷനും ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ തോന്നുന്നത് വെച്ചാൽ ഒരു സ്മോൾ സ്റ്റെപ്പ് ആയിരിക്കും, പലതും സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും, പക്ഷേ അതൊരു ഭയങ്കരമായിട്ടുള്ള നമ്മുടെ അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ പറയാറുള്ളത് പോലെ ഒരു ബിഗ് ഗ്രോത്ത് ഇൻ യുവർ റാങ്ക്, നിങ്ങളുടെ റാങ്കിൽ വലിയൊരു മാറ്റം വരുത്താൻ തന്നെ സഹായകരമാകുന്നതായിരിക്കും. സോ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാനിത് ഒരു ഏർലി ബേർഡ് ആയിട്ടുള്ള, അതായത് രാവിലെ ഉണരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്, അവനെ മുൻനിർത്തി കൊണ്ടാണ് സംസാരിക്കുന്നത്. സോ ആദ്യം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ ആണ്, അതായത് ഞാൻ പറയുന്നത് തന്നെ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഓരോ പേഴ്സൺ ബൈ പേഴ്സൺ മാറും. നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ലേറ്റ് നൈറ്റൊക്കെ ഇതിൽ കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കുന്ന ആളായിരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം എന്ത് ചെയ്യുക, ലൈറ്റ് നൈറ്റിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു ഏർലി ആയിട്ട് എണീക്കുന്ന ഒരാൾ, ഒരു 5 AM എണീക്കുന്ന ഒരാളെ വിത്ത് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഒരു 5 AM എണീച്ചാൽ ഏതാണ് നമുക്കൊരു ഫ്രഷ് അപ്പ് ആവാനൊക്കെ ഒരു 15 minutes നിർത്തി വേഗം നമുക്കൊരു 5:14 തന്നെ നമ്മൾ സ്റ്റഡി ഹാളിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 1.5 hour, അതായത് 5:15 to 5:45 6:45 നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, അതായത് നമ്മുടെ ജെയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഫിസിക്സും അതോടൊപ്പം തന്നെ മാത്തമാറ്റിക്സിലും യൂട്ടിലൈസ് ചെയ്യുക. ദെൻ നീറ്റുകാരുടെ കേസിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് കൂടുതൽ പേർക്കും ഫിസിക്സ് ആണ് കൂടുതലും ടഫ് പറയാറുള്ളത്. ആ ഒരു ഫ്രഷ് മൈൻഡിൽ തന്നെ മാക്സിമം ന്യൂമറിക്കൽ സ്കില്ലും സാധനങ്ങളും ആർജിച്ചെടുക്കാനുള്ള ആ ഒരു സാധനം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 30 minutes, അതായത് 6:45 to 7:15 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്, അതായത് നമ്മുടെ ജെയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ കെമിസ്ട്രിയും, നീറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബയോളജിയും ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 30 minutes കൊണ്ട് ഒരു കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് എത്തിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ 7:15 to 7:30 അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു 7:40 ഒക്കെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ അടുത്താണെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇന്നലെ എന്താണ് എടുത്തിട്ടുള്ളത്, ഇന്നലെ എടുത്ത സാധനത്തിൻ്റെ ഒന്ന് റിവിഷൻ ഓടിച്ചു കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ആ സാധനം എനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ തന്നെ അതൊരു ഒരു പെട്ടെന്നുള്ളൊരു സഡൻ റിവിഷൻ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കൂൾ ടൈം മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സ്കൂളിൽ ആക്റ്റീവായിട്ട് തന്നെ ലിസൺ ചെയ്യുക. അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് തന്നെ നിങ്ങൾ എൻട്രൻസ് ഇതായിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട്, അതായത് നമ്മുടെ കോണ്ടന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് സെയിം ആണ്. ഇപ്പോൾ നമ്മുടെ NCERT തന്നെയാണ് ആക്ച്വലി നമ്മുടെ സ്കൂൾ എക്സാമിനുള്ള സിലബസും നമ്മുടെ JEE മെയിൻസ് അല്ലെങ്കിൽ നീറ്റൊക്കെ പോലെയുള്ള എൻട്രൻസ് എക്സാമുകളുടെ സിലബസും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് നമുക്ക് മാക്സിമം അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഒരു ഗ്യാപ്പൊക്കെ വിടുക, ചിലപ്പോൾ എക്സ്ട്രാ എൻട്രൻസ് പോയിന്റുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് ലാസ്റ്റ് വേണമെങ്കിൽ ഗ്യാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ അവിടെ നിന്ന് തന്നെ മാക്സിമം ആ ഒരു കോൺസെപ്റ്റ് മാക്സിമം അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇപ്പോൾ ഷോർട്ട് നോട്ട്സിൻ്റെ ഒക്കെ കേസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട്സ് ഇപ്പോൾ ഇൻ്റർവെല്ലും അല്ലാതെ ലഞ്ച് ബ്രേക്കൊക്കെ ആയിട്ട് ഒരുപാട് സമയം ആക്ച്വലി ഒരു ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ആ ഫ്രീ ടൈം ഓരോന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നാളെ മികച്ച റാങ്കുകളിലേക്ക് എത്തിച്ചേരുന്നത്. സോ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഡൗട്ട്സ്, അതായത് അപ്പം തന്നെ മാക്സിമം നിങ്ങൾ ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ അവിടെ നിന്ന് തന്നെ മാക്സിമം ചിന്തിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനീഷ്യലി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമെങ്കിലും പയ്യെ അത് നിങ്ങൾക്ക് റെഡിയായി വരുന്നതായിരിക്കും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വരുന്നത്, അതായത് ഒരു 4 PM സ്കൂൾ വിടുന്നതാണെങ്കിൽ ഒരു 5 ഒക്കെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. അതായത്
നിങ്ങൾ വീട്ടിലേക്ക് വരുന്നത് ഒരു സമയം ഒരു നോർമലി അടുത്ത് സ്കൂളിലുള്ള ഒരാളാണെങ്കിൽ 30 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും സ്കൂൾ വിട്ട് നിങ്ങൾക്ക് എത്തേണ്ടതുണ്ടാവും. ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ ഫ്രഷപ്പ് ആവാനും ഒരു 20 to 30 മിനിറ്റ്സ് നിങ്ങൾക്കൊരു ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിലും മറ്റുമൊക്കെ ഉൾപ്പെടുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ല കേട്ടോ. അത് ആക്ച്വലി നമ്മുടെ ഒരു ഫിസിക്കലി നമ്മുടെ കുറച്ചുകൂടെ അടിപൊളിയാക്കി മാറ്റുന്നതാണ്. സോ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 5:15 ഒക്കെ, അതായത് ഒരു 1.5 hour 1.25 hours ഏതാണ്ട് 1.25 മണിക്കൂർ മതിയാവും തന്നെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് സ്കൂളിൽ നിന്ന് വിട്ട് വരാനും അതോടൊപ്പം തന്നെ ഒരു 20 to 30 മിനിറ്റ്സ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഏർപ്പെടാനും. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1 hour കോൺസെപ്റ്റ് റിവിഷൻ, ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് കോൺസെപ്റ്റ് റിവിഷന് വേണ്ടി മാറ്റി നിർത്താം. അതൊരു പക്ഷേ നിങ്ങൾക്ക് കാണാനുള്ള ക്ലാസ്സുകൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ആ ഒരു കോൺസെപ്റ്റ് എങ്ങനെയായാലും ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ക്ലാസ്സുകൾ കാണുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടി തന്നെ കാണാൻ ശ്രമിക്കുക. ആക്ച്വലി 2x കാണുന്നത് വളരെ നല്ലതാണെന്നാണ് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അത് അത്രയും കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ MCQ, അതായത് ഈവനിങ്ങിൽ നമ്മൾ 7:30, അതായത് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള 5:15 to 7:15 ആണ്. അതിൻ്റെ ഒരു 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ബ്രേക്ക് എടുത്തിട്ട് അതിനുശേഷം നിങ്ങൾക്ക് 7:30 മുതൽ 10 PM വരെ ആക്ച്വലി ഒരു ഏതാണ്ട് ഒരു 2.5 hours കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പോമോഡോറോ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റോ ആയിട്ട് നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം, നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ 20 മിനിറ്റ്സ് പഠിക്കുക, 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ആക്ച്വലി അപ്ലിക്കബിൾ ആവില്ല. നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ വിട്ടു പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇരുന്നാൽ എഫിഷ്യൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒറ്റ സ്ട്രെച്ച് തന്നെ 1 hour ഒക്കെ ഇരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ. പിന്നെ മാത്തമാറ്റിക്സിൽ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, PYQs അല്ലെങ്കിൽ ആ രീതിക്കുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഫിസിക്സിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നീറ്റിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബയോളജി MCQ, ഫിസിക്സ് MCQ, അതോടൊപ്പം തന്നെ കെമിസ്ട്രിയിലെ MCQs ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ട് ഒരു ഡേ ബൈ ഡേ എല്ലാ ദിവസങ്ങളും നമ്മളിപ്പോൾ ഫിസിക്സ് അല്ലെങ്കിൽ എല്ലാ ദിവസവും കെമിസ്ട്രി ആ രീതിക്കല്ലാതെ മിക്സ്ഡ് അപ്പ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു ഡെയിലി ഇനീഷ്യൽ സ്റ്റേജിൽ ഞാനിപ്പോൾ പറയുന്നുണ്ടെങ്കിൽ 2.5 hours എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ്ട് 60 + 60 120 150 മിനിറ്റ് ഏതാണ്ട് നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇനീഷ്യലി ചെയ്യാൻ പറ്റില്ല. ഒരു 20 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇവിടെ വെച്ചിട്ടുള്ളത് 20 to 100 ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ഞാൻ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആട്ടോ ആക്ച്വലി പറയുന്നത്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 100ഉം 200ഉം അതിന് മുകളിലൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു നിങ്ങൾ 20 ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പയ്യെ അത് 100ലേക്ക് എത്തിക്കുക. പിന്നെ നമുക്കത് അൾട്ടിമേറ്റ്ലി ഒരു 200 അല്ലെങ്കിൽ 400 ആ ഒരു ലെവലിലേക്കും എത്തിക്കാൻ പറ്റും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള സാധനമാണ്, അതായത് ലാസ്റ്റ് മിനിറ്റ്, അതായത് ലാസ്റ്റത്തെ 50 മിനിറ്റ്സുള്ള ഒരു റിവിഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം, ഒരു ഫോർമുല റിവിഷന്, അതോടൊപ്പം തന്നെ നമ്മുടെ മിസ്റ്റേക്ക് ബുക്കുകളിലെ റിവിഷൻ. അതായത് നീ ഇപ്പോൾ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെങ്കിൽ അത് മിസ്റ്റേക്ക് ബുക്കിൽ പേസ്റ്റ് ചെയ്യാനോ മറ്റോ ശ്രമിക്കുക ആ ഒരു ക്വസ്റ്റ്യൻസ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പല ക്വസ്റ്റ്യൻസും ആക്ച്വലി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കോൺസെപ്റ്റിൻ്റെ അപ്ലിക്കേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം നമ്മളത് തെറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും കാണുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മളെ തലയിൽ ഭയങ്കരമായിട്ട് അങ്ങ് സ്റ്റിക്ക്ഡാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ബുക്ക് അനലൈസ് ചെയ്യുക. മിസ്റ്റേക്ക് ബുക്ക് ഡെയിലി ഒന്ന് മറിച്ച് നോക്കുന്നത് വളരെ നന്നാവും. പിന്നെ ഒരു NCERTയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ NCERT മുഴുവനായിട്ട് ഇത് പെയിൻ്റ് അടിച്ച് വെക്കുക, അതായത് ഹൈലൈറ്റർ കൊണ്ട് ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ആക്ച്വലി ഒരു മണ്ടത്തരാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ എക്സാമിന് തെറ്റിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുക, അത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ അത് ആക്ച്വലി കറക്റ്റായിട്ട് കാണാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാത്തത് കൊണ്ടോ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് ആ NCERT റിവിഷൻ എന്ന് പറയുന്നത് ആ സമയത്ത് ആ രീതിക്ക് ആക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരു വട്ടമൊക്കെ NCERT ഇനീഷ്യലി വായിക്കുക. പിന്നെ വീണ്ടും വായിക്കുന്നതിനോട് ബയോളജിയുടെ കേസിലേക്കാണെങ്കിൽ വായിക്കേണ്ടി വരും. കെമിസ്ട്രിയുടെ കേസിലേക്കാണെങ്കിൽ ഒരു 3-4 തവണയിലധികം വായിക്കുന്നത് ആക്ച്വലി ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു അഭിപ്രായമില്ല. പിന്നെ ഇനോർഗാനിക്കിലൊക്കെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ വായിക്കുന്നത് നന്നാവും. പിന്നെ ടുമാറോസ് പ്ലാനിങ്, അതായത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നാളെ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വൃത്തിയായിട്ട് പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു സാധനമാണ്, ഇത് ഞാൻ പറഞ്ഞത് വീക്ക് ഡേയ്സുകളിലുള്ള പ്ലാനാണ്. ദെൻ വീക്കെൻഡ്സുകളിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നമുക്ക് എക്സ്ട്രാ പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു അവസാനത്തെ ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുകയാണ്, അതായത് നമ്മുടെ ജെയുടെ ഒരു ലാസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ആ രീതിക്കൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ഫുൾ മോക്ക് തന്നെ എഴുതാൻ പറ്റും. അല്ലെങ്കിൽ വീക്കിലി എന്തൊക്കെയാണ് പഠിച്ചത് അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ ഒരു ഫുൾ റിവിഷൻ നമുക്ക് മാക്സിമം ആ ഒരു വീക്ക് ഡേയ്സുകളിൽ നമ്മൾ എടുത്തതിൻ്റെ ഒരു ഫുൾ റിവിഷൻ പ്ലസ് അതിൻ്റെ ആ രീതിക്കുള്ളൊരു മോക്ക് ടെസ്റ്റും എഴുതാൻ ശ്രമിക്കുക.
അതിനുശേഷം എന്ത് ചെയ്യുക, ആ ഒരു എറർ അനലൈസ് ചെയ്യുക. അതിനുശേഷം ആ എററുകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിട്ട് അതെവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്ക് സംഭവിച്ചിട്ടുള്ള പിഴവുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് ആ പിഴവുകളിൽ നിന്ന് പഠിക്കുക. അല്ലാതെ നമുക്ക് ഫുൾ സ്ട്രെച്ച് ഇരുന്ന് വീണ്ടും വീണ്ടും പഠിക്കുക എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് അത്രത്തോളം പറ്റിക്കൊള്ളണം എന്നില്ല. കാരണം നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈം മാത്രമേ ആക്ച്വലി ഉള്ളൂ. പിന്നെ മറ്റൊന്നാണ്, നമുക്ക് പല സ്റ്റുഡൻസും, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞ സാധനമാണ്, പല സ്റ്റുഡൻസിനും IIT-കളിലേക്കും എയിംസുകളിലേക്കും എത്തിച്ചേരാൻ അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുത്തു പോകും. പിന്നെ നമ്മൾ റീലിൻ്റെ മുമ്പിൽ ഇരുന്ന് ഏതാണ്ട് ഒരു 1 ഹവറോളം സ്പെൻഡ് ആയത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. സോ എന്ത് ചെയ്യുക, നമ്മൾ റീല് ബിഫോർ സ്റ്റഡി, അതായത് നമ്മൾ പഠനം തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ ആ ഒരു റീലും സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മൊബൈൽ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മൊബൈലിൽ മറ്റൊന്നും അല്ല പഠിക്കുന്നതെങ്കിൽ മാക്സിമം മൊബൈൽ മാറ്റി നിർത്താൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇത് തോന്നും എന്താ വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഒന്നെന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സ്ക്രീൻ ടൈം മാക്സിമം ഫിക്സ് ചെയ്തിട്ട് അതിൽ കൂടുതൽ പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മളൊരു 5 മണിക്കൂർ എല്ലാ ദിവസവും പഠിക്കുന്നതും എന്നാൽ അവസാനത്തെ മാസം ഇരുന്ന് 12 മണിക്കൂറും പഠിക്കുന്നത് ആനയും ആമയും തമ്മിലുള്ള വ്യത്യാസം പോലുള്ള വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കി കാണാൻ പറ്റും. 5 × 365 12 × 30 കൂട്ടിയാൽ മച്ച് ഹയർ ആയിരിക്കും. സോ കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലൻറ്റ് എന്നാണ്. സോ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഫേർട്ട് ഇടുക, റിസൾട്ട് വന്നോളും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മുൻപോട്ട് പോവുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.